ായുള്ള വീട് കയറി പ്രചാരണം നടത്തുന്നവർക്കുള്ള പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി CPIM. പ്രചാരണം നടത്തുമ്പോൾ ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്, ജനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ക്ഷമാപൂർവ്വം മറുപടി നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ പറയുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ CPIM പുറത്തിറക്കിയിരിക്കുന്നു. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത് അടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും സർക്കുലറിൽ പറയുന്നത്. മറ്റെന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ ഉണ്ടായിരിക്കുന്നത്? ജനുവരി 15 മുതലാണ് വീടുകൾക്ക് തോറും കയറി ഇറങ്ങി പ്രചരണം നടത്തണം. ഒപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചില വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവയൊക്കെ ചർച്ച ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടാണ് പാർട്ടി തന്നെ നേരിട്ട് ഗൃഹസന്ദർശനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ പെരുമാറ്റ രേഖ തന്നെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചത്. കാരണം വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ആ പ്രശ്നങ്ങൾ കൃത്യമായും ജനങ്ങളെ അറിയിക്കുകയും അതിൽ ഈ ജനങ്ങളുടെ ഒരു അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് എങ്ങനെ സർക്കാരിൽ മാറ്റം വരുത്തണം, ഒപ്പം ഈ സമീപകാലത്തോ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ മുനയൊടിക്കുക, ഈ ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പെരുമാറ്റ ചട്ടം CPIM നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടുമായി അടുത്തു പരിചയമുള്ള ഒരു സഖാവ് ഒപ്പം ഉണ്ടായിരിക്കണം. വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോകാൻ പാടുള്ളൂ. വീടിനകത്ത് കയറിയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഉള്ളിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും എതിർസ്വരം ഉണ്ടാകാനും പാടില്ല. യാതൊരു കാരണവശാലും ഒരു തർക്കത്തിന് വഴിവെക്കാൻ പാടില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്, ആ പരാജയത്തിന് ഇടയായ സാഹചര്യം എന്താണ്, പ്രാദേശികപരമായി ഉയർന്നു വന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇത്തരം കാര്യങ്ങൾ കൃത്യമായും ചർച്ച ചെയ്യണം. ഒപ്പം തന്നെ ഏറ്റവും വലിയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത് സ്വർണ്ണപ്പാളി വിവാദമാണ്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കും എന്ന് ഓരോ വീടുകളിലും എത്തുമ്പോഴും പറഞ്ഞ് മനസ്സിലാക്കണം. എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഉയർത്തിക്കഴിഞ്ഞാൽ അവരോട് കൃത്യമായി പറയേണ്ടത് കുറ്റപത്രം നൽകാനുള്ള അല്ലെങ്കിൽ നൽകിക്കഴിഞ്ഞാൽ ആ കുറ്റപത്രത്തിലെ പങ്കനുസരിച്ച് ആയിരിക്കും നടപടിയിലേക്ക് കടക്കുക. അത്തരത്തിൽ കുറ്റപത്രത്തിൽ പത്മകുമാറിൻ്റെ പേരും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPIMൻ്റെ നേതാക്കന്മാരുടെ പങ്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുക. ഇങ്ങനെ തുടങ്ങി ഒരു ഏകദേശം 20ഓളം നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പെരുമാറ്റ രേഖയാണ് കൃത്യമായും CPIM സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതൊരു രഹസ്യ പെരുമാറ്റ രേഖയാണ്. ആ രേഖ ജില്ലാ കമ്മിറ്റിയിൽ എത്തിയതിനു ശേഷം അത് ഓരോ ഏരിയ സെക്രട്ടറിമാരെയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ലോക്കൽ സെക്രട്ടറിമാരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗൃഹസന്ദർശന പരിപാടികൾ. ജില്ലാ സെക്രട്ടറി മുതൽ മുതിർന്ന CPIM നേതാക്കന്മാർ വരെ ഗൃഹസന്ദർശന പരിപാടികളിൽ പങ്കെടുക്കണം എന്ന കൃത്യമായ നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സമീപകാലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിവാദങ്ങൾ വലിയ തരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിരവധിയായി ഉയർവരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ഈ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായി പാലിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ഏത് വീടുകളിലേക്കാണോ പ്രവർത്തകർ എത്തുന്നത് ആ വീടുമായി, ആ വീട്ടിലുള്ള അംഗങ്ങളുമായി ഒരു നല്ല സൗഹൃദം സ്ഥാപിച്ച ശേഷം ആയിരിക്കണം വീട് വിട്ട് പോകാൻ. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന ഒരു 5 പേജ് വരുന്ന ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടമാണ് ഈ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടി വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയും അച്ചടക്കത്തോടു കൂടിയും ആരോപണങ്ങളെ നേരിടുന്നതിന് വേണ്ടി ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ പ്രദേശത്തെയും നേതാക്കന്മാർക്ക് ബന്ധമുള്ള വീടുകളിൽ എത്തിയതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇതിൽ പാർട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഈ
സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഓരോ വീടുകളിലും പ്രതിഷേധ ശബ്ദങ്ങളുണ്ടാകും. ഒരു പക്ഷേ കോൺഗ്രസ് നേതാവിൻ്റെ വീടായിരിക്കാം, BJP നേതാവിൻ്റെ വീടായിരിക്കാം. പക്ഷേ അങ്ങനെ രാഷ്ട്രീയപരമായി ഒരു വീടുകളെയും ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. എല്ലാ വീടുകളിലും എത്തുക, അവർക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക, ഉചിതമായ മറുപടികൾ മാത്രം നൽകുക, അതിനപ്പുറത്തേക്ക് തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ ചർച്ചകൾക്കോ പോകാൻ ഇടയാക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ആ നേട്ടങ്ങൾ ജനങ്ങൾക്ക് എന്തുമാത്രം ഉപകാരപ്രദമായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ജനങ്ങളിലേക്ക് നൽകുക. പ്രത്യേകിച്ച് ഈ സമീപകാലത്തുണ്ടായ ചില സമരങ്ങളുണ്ട്. ആശാ സമരം ഉൾപ്പെടെ ആശാ വർക്കർമാരുടെ സമരമൊക്കെ വലിയ തരത്തിൽ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദം, ഇതൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നന്നായി അറിയാം. ആ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയ ആളുകൾ തന്നെ ആയിരിക്കണം ഓരോ വീടുകളിലും എത്തേണ്ടത്. ആ വീടുകളിൽ എത്തുമ്പോൾ അത് ആ സമരം ഉണ്ടാകാനിടയായ സാഹചര്യം, സമരക്കാരുടെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ആളുകളെ പറഞ്ഞ് അല്ലെങ്കിൽ ഏത് വീട്ടിലാണോ ചെല്ലുന്നത് ആ വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ മാതൃകാ പെരുമാറ്റ ചട്ടമനുസരിച്ച് CPIMൻ്റെ പ്രവർത്തകർ വീടുകൾ തോറും കയറി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ളവർ കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് MAVB ഉൾപ്പെടെയുള്ളവരാണ് ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഇങ്ങനെ പോയി CPIMൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആ പ്രദേശത്തുള്ളവർ വരെ ഇത്തരം ഗൃഹസന്ദർശന പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ഉള്ള ഒരു മാറ്റം ആണ് CPIM ഉദ്ദേശിക്കുന്നത്. പറയുന്നത് മുഴുവൻ കേൾക്കുക, ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന പ്രശ്നം ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു മാർഗരേഖയാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ CPIM പ്രവർത്തകർ ഈ വീടുകൾ കയറുന്നത് എന്നുള്ള കാര്യം നിരീക്ഷിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇത്തരത്തിൽ ഗൃഹസന്ദർശന പരിപാടിക്ക് പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിൽ അതത് പ്രദേശങ്ങളിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ തന്നെയായിരിക്കും വീടുകൾ തോറും കയറി ഇറങ്ങുക. അങ്ങനെ ഈ പാർട്ടിക്ക് ഉണ്ടായ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളുടെ മുനയൊടിക്കുക തന്നെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കാരണം സ്ത്രീകളാണ് കൂടുതലും പാർട്ടിയിൽ നിന്നും അകന്നത് എന്നുള്ളൊരു ചിന്ത നേതാക്കന്മാർക്കിടയിലുണ്ട്. അപ്പോൾ വീടുകളിലെത്തി സ്ത്രീകളെ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചർച്ചയായി മാറപ്പെട്ടത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു. ആ വിവാദത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവം, അതുണ്ടാകാനിടയ സാഹചര്യം, ഇപ്പോൾ നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി പറയുക. പക്ഷേ എതിർ ചോദ്യങ്ങളുണ്ടായാൽ അത് നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഉചിതമായ മറുപടികൾ മാത്രം നൽകുക. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പെരുമാറ്റ രേഖയാണ് CPIM ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചലിൽ സ്കൂളിൽ കയറി